ഞാൻ നിമിഷ. ഹായ്, ഞാൻ ആര്യ. ഞങ്ങളുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഡിസ്കസ് ചെയ്യും, പിന്നെയും നിർത്തും. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമുക്കെല്ലാം സെറ്റായി. നമ്മൾ എന്താണേലും ഒരു ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ച് ഒരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ചാനലിന്റെ പേര് കൊതിയൂറും വിശേഷങ്ങളാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ പറയും യൂട്യൂബ് ചാനൽ തുടങ്ങണം, നമ്മുടെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യണം, നമ്മൾ പോകുന്ന ഇത് അങ്ങനെയൊക്കെ പറയും. പക്ഷെ എങ്കിൽ ഒന്നും നടക്കാറില്ല. അങ്ങനെ നമുക്ക് അവസാനം എല്ലാ ഒത്തു വന്നത് ഇപ്പോഴാണ്. എന്നോടത്തൊന്നും മലമറിക്കാൻ പോകുന്നില്ല. ഞങ്ങളുടെ ചാനല് ഇത്രയും വർഷങ്ങൾ എടുത്തൊരു ചാനലായതുകൊണ്ട് ഒത്തിരി മലമറിച്ച കാര്യങ്ങളൊന്നുമില്ല. സാധാ ഡെയിലി നമ്മുടെ ഡേ ഇൻ മൈ ലൈഫും അതുപോലെ തന്നെ കുട്ടി കുട്ടി ട്രാവൽ വ്ളോഗ്സും അതുപോലെ നമ്മുടെ പരീക്ഷണങ്ങൾ. നമ്മൾ എപ്പോഴും റെസിപ്പീസ് ഒക്കെ ഓരോരുത്തരുടെ കണ്ട് പരീക്ഷിച്ചാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ അത് എത്രമാത്രം സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, പിന്നെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് എന്തൊക്കെ ഐറ്റംസ് കിട്ടും, അതൊക്കെ വെച്ചിട്ട്. അപ്പൊ നമ്മുടെ ഇവിടെ നാട്ടിലെ പോലെയുള്ള എല്ലാ ഐറ്റംസും ഒന്നും നമുക്ക് ഇവിടെ കിട്ടത്തില്ല. ചിലപ്പോൾ ഫ്രോസൺ ആയിരിക്കും, ചിലപ്പോൾ ഫ്രോസൺ പോലും കിട്ടാത്തതുകൊണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നമ്മുടെ ഇവിടെയുള്ള ഐറ്റംസ് വെച്ചുള്ള ചെറിയ ചെറിയ റെസിപ്പീസും അതുപോലെ തന്നെ കുറേ ഇൻസ്പയർഡ് ആയിട്ടുള്ള കുക്കിങ്ങിൻ്റെ വീഡിയോസ് കണ്ടിട്ട് അത് നമ്മൾ ട്രൈ ചെയ്തിട്ട് എത്രത്തോളം അതിൻ്റെ ഔട്ട്കം നമുക്ക് കിട്ടുമെന്നും എത്രത്തോളം നമുക്ക് സക്സസ് ആയി അത് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്കിപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് നമ്മൾ പുറത്തു പോകുന്നതും അപ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങൾ കാണിക്കുക, അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സമയം അനുസരിച്ച് ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആണ്. ഞങ്ങളുടെ സമയം അനുസരിച്ച് ഞങ്ങൾ വീഡിയോസ് ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു പാചകം ആണ്. നമ്മുടെ കൊതിയൂറും വിശേഷങ്ങളുടെ ആദ്യത്തെ വീഡിയോ ഒരു ഈസി ചിക്കൻ കറിയാണ്. അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഈസി ചിക്കൻ കറി നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കത് മാരിനേറ്റ് ചെയ്യാം. തൈരും ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടി. അപ്പൊ നമുക്ക് ഇടാല്ലേ. ഉപ്പിടുവാണേ. സാധാ ഞാൻ ഉപ്പിട്ട കുറച്ച് കൂടി പോകാറുണ്ടാവും. ചേച്ചി ഒന്ന് ശ്രദ്ധിച്ചോണേ. ഞാൻ ശ്രദ്ധിച്ചിട്ടും കാര്യമൊന്നും ഞാൻ വേറൊരു ഉപ്പിൻ്റെ ആളാണ്. കുറച്ച് കൈ നമ്മൾ നല്ല കഴുകി വെച്ചേക്കുവാണ് കേട്ടോ. വെച്ചേക്കുമല്ല, കൈയൊക്കെ ഞാൻ മഞ്ഞപ്പൊടി അങ്ങ് ദൂരെ കിടക്കുന്നത്. ദൂരത്തിൽ നിന്ന് എടുത്തിട്ട് കുറച്ചുകൂടി വേണം മഞ്ഞപ്പൊടി. വെരി ക്വിക്കായിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണെന്നാണ് ഞങ്ങൾ കണ്ട പറഞ്ഞത്. അപ്പൊ നമുക്കിത് എത്രത്തോളം വേഗത്തിൽ ചെയ്യാൻ പറ്റുമെന്നും നമ്മൾ എത്ര ടൈം എടുത്താണ് ചെയ്തതെന്നൊക്കെ ഇതിന്റെ അവസാനം നമ്മൾ റിവ്യൂ ആയിട്ട് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ശരിക്കും അറിയാലോ അല്ലെ, പെട്ടെന്ന് തയ്യാറാക്കുന്നവർക്ക് എത്ര വേണേലും തയ്യാറാക്കാൻ. അപ്പൊ ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്തു. ഇതൊന്ന് ഉള്ളിലോട്ട് പിടിക്കാൻ നമുക്ക് ഫോർക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാവേ. ഓക്കെ, കുത്തു ആരിക്കുട്ടി, ചുമ്മാ കുത്തിയിട്ടല്ലേ. ഇച്ചിരി പാടാണ് കേട്ടോ. കുത്തല ചിക്കൻ എൻ്റെ കൂടെ പോരുക. ഏട്ടൻ കഴിച്ചിരുന്ന പോലെ അല്ലെങ്കിൽ കത്തി വെച്ച് ഇതുണ്ട് ഇങ്ങനെ കേട്ടോ. സോറി, ചിക്കൻ നമ്മുടെ കൂടെ ഇങ്ങ് പോരുവാണ്. സോറി, നമുക്ക് കത്തി വെച്ച് കൊടുത്താൽ സാധാരണ നൈഫ് എടുത്താണ്. ഓക്കെ, കുറച്ചുകൂടി ഇതാകുന്നു. ഫോർക്ക് വെക്കുമ്പോൾ ഫോർക്കിന്റെ ഒപ്പം നമ്മള് ചിക്കൻ ഇങ്ങോട്ട് പോരും. ഇത് ഭയങ്കര പാടാണ്. നമ്മൾ മാരിനേറ്റ് ചെയ്തു. നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. അപ്പം ആ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയുള്ള മസാലകൾ അരച്ചെടുക്കാം. ഇതൊക്കെയാണ് അതിന് വേണ്ട മസാലാസ് അല്ലേജ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് എളുപ്പം പറയാനായിട്ട് മല്ലിയില, സവോള, പിന്നെ ഇത് ഗാർലിക്കും ജിഞ്ചറും കുറച്ച് പച്ചമുളകും. അപ്പൊ നമ്മുടെ പരീക്ഷണത്തിന്റെ രണ്ടാം ഭാഗത്തിലോട്ട് കിടക്കുവാണ്. അടുത്ത ഇത് നമ്മൾ അരച്ചെടുത്തോണ്ട് വന്ന സാധനങ്ങൾ മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മളെ മഞ്ഞ ചിക്കനിലോട്ട് പച്ച അരപ്പ് ചേർക്കുകയാണ്. നല്ലോണം മിക്സ് ചെയ്യാം. ആര്യക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളതുകൊണ്ടും കൈ പോകുന്ന പ്രശ്നമില്ലാത്തത് കൊണ്ടും ആര്യ അത് മാരിനേറ്റ് ചെയ്യാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ വല്ല സ്പൂണിട്ട് ഇളക്കുമ്പോൾ ഒത്തിരി പാടുമാണ്. ടേസ്റ്റ് വരണമെങ്കിൽ കൈയിട്ട് ഇളക്കണം. അരപ്പ് വടിച്ചെടുക്കുന്നവരൊക്കെ ഞാൻ വടിച്ച് ഇടുക കേട്ടോ. നമുക്ക് വേഗം ഇളക്കിയ കുട്ടിയുടെ കൈ വേഗം
പുകച്ചിലിൽ നിന്ന് രക്ഷപ്പെടുത്തി. നല്ല കളർഫുൾ ആട്ടോ സംഭവം, പച്ചയും മഞ്ഞയും എല്ലാം കൂടി. നമുക്ക് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ലാസ്റ്റ് കാണാം. അങ്ങനെ നമ്മള് മഞ്ഞക്കോഴിനെ പച്ചക്കോഴിയാക്കി വെച്ചിട്ടുണ്ട്. പച്ചക്കോഴിയാക്കി വെച്ചു. നമുക്കിനി ഇത് കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെക്കാം. അത് നമുക്ക് സമയമുള്ളതുപോലെ നമുക്ക് എന്താണ് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. 10 മിനിറ്റോ 15 മിനിറ്റോ അങ്ങനെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ വെളിയിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് സമയം ഒരുപാടുണ്ടായിരുന്നു. അവിടെ നമ്മൾ 2-2.5 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പാൻ ചൂടായിട്ടില്ല. പാൻ നേരത്തെ ചൂടാക്കാൻ വെച്ചിട്ട് ഇച്ചിരി അധികം നേരം വേണം ഈ പാൻ ചൂടായിട്ട് വരാനായിട്ട്. നല്ലോണം ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മള് എണ്ണ ഒഴിച്ചു. ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം. നമ്മള് വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഇച്ചിരി കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിനാവശ്യത്തിനുള്ള പൊടി ഇടാം. പിന്നെ അധികം പൊടിയൊന്നും വേണ്ട. ജസ്റ്റ് ഒരു ഇച്ചിരി മല്ലിപ്പൊടിയും പിന്നെ എന്താണ് നമ്മുടെ ചെറിയ ജീരകത്തിന്റെ പൊടിയും മതി. അതിൻ്റെ കൂടെ നമ്മളൊരു ജസ്റ്റ് കുറച്ച് 2-3 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് എരിവിന് വേണ്ടിയിട്ട്. അതും കൂടി ഇട്ട് കൊടുക്കുക ആദ്യം. പൊട്ടിത്തെറിക്കാതിരിക്കാൻ നമ്മൾ മാറി നിൽക്കേണ്ടതാവുന്നു. നമ്മള് മല്ലിപ്പൊടി ഇട്ടു. നമ്മുടെ കുറച്ച് ജീരകം വരുന്നില്ല. അതെ, നമ്മള് ഇപ്പൊ പൊടിച്ചങ്ങ് വെച്ചാൽ ഇതിനെ കൂടുതൽ തോന്നിയിട്ടാണ്. എന്തോരം വേണം? മതിയോ? കുറച്ച് മതി. ജീരകം ഒത്തിരി ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. കുറച്ചുകൂടെ വേണം മല്ലിപ്പൊടി. മല്ലിപ്പൊടിക്ക് ചെറിയൊരു കുത്തലുണ്ട് കേട്ടോ. മല്ലിപ്പൊടിക്ക് അല്ലേ ഒരു പൊടി ഇടട്ടെ ആയിട്ടോ. തീ കുറച്ച് വെച്ചേക്കാണ്. പൊടികളൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇടുവാണ്. ഇടട്ടേടാ കുറച്ച് നോക്കണം. ഇത് കുറഞ്ഞാണ് കിടക്കുന്നത്. മല്ലിപ്പൊടിയുടെ കുത്തല് കാണുന്നു. നമ്മുടെ പച്ച ചിക്കൻ അങ്ങോട്ട് ഇടുവാണ്. വെള്ളം വീഴാതെ പച്ച ചിക്കനാണോ മീൻ ഇളക്കിയേക്കട്ടെ. അതിനകത്ത് ഇട്ടിട്ടുണ്ടോ? ടേസ്റ്റൊക്കെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് പഠിച്ച് ഇനി നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒട്ടും വെള്ളം വേണ്ട. ഒട്ടും വെള്ളം ചേർക്കാണ്ട് മൂടി വെച്ച് കുറച്ച് ഇടയ്ക്കൊന്ന് വേകുന്നിടം വരെ മൂടി വയ്ക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിച്ച് നമുക്ക് നോക്കാം ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് പൊടികളും കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. അപ്പം അതുവരേക്കും വെയിറ്റ് ചെയ്യാം. വേവട്ടെ. നമ്മൾ ചിക്കൻ കറി നല്ലതായിട്ട് തിളച്ച് വന്നേക്കുവാണ്. കുറച്ചുകൂടെ വേവാനുണ്ട്. വെള്ളമൊക്കെ നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഫുള്ള് വെള്ളം ഇറങ്ങി വന്നതാണ്. ഞാൻ വിചാരിച്ച് ഈ നമ്മൾ സവാളയൊക്കെ അരച്ചത് കൊണ്ട് ഒരു പച്ചച്ചോവ ഉണ്ടാവുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. നമുക്ക് ബാക്കി കുറച്ചുകൂടി ചിക്കൻ കറി നമ്മൾ ലാസ്റ്റ് പാർട്ട് ചെയ്യാറായിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറി നല്ല തിളച്ചിട്ടുണ്ട്. തിളച്ച് വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കും. ഇളക്കിക്കോടെ. പിന്നെ നമ്മുടെ കുറച്ച് മല്ലിയില. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതിയാവില്ലേ ചേച്ചി? അതെ. മല്ലിയില ഇഷ്ടമില്ലാത്തവർ ഓൾറെഡി നമ്മൾ മല്ലിയുടെ ഒരു ടേസ്റ്റ് കാണും. നമ്മൾ അരച്ചിട്ടുണ്ടല്ലോ. നല്ല തിക്ക് ഗ്രേവി ആയിട്ടല്ലേ നന്നായിട്ട് വന്നിട്ടുണ്ട്. ലുക്കൊക്കെ അടിപൊളിയാണ്. നമ്മൾ കുറച്ച് നമ്മുടേതായ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണയിൽ നമ്മുടെ ആകപ്പാടെ ഉണ്ടായിരുന്ന 3 കുഞ്ഞ് ഉള്ളി ചെറുത് താളിച്ച് അതോടെ ഒഴിച്ച് മിക്സ് ചെയ്ത് നമ്മുടെ ചിക്കൻ കറി റെഡിയാണ്. ഇതവര്
മെൻഷൻ ചെയ്ത പോലെ തന്നെ വളരെ ഈസിയാണ്, വെരി ക്വിക്കാണ്. വെരി ഈസിയാണ്, ക്യുക്കാണ്. വഴറ്റാനൊന്നും നമുക്ക് സമയം ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ആരേലും റിലേറ്റീവ്സ് വന്ന് നിൽക്കുമ്പോൾ ചിക്കൻ കറി വേഗം വെച്ച് ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ എന്തെങ്കിലും അപ്പത്തിന്റെ കൂടെ എനിക്ക് തോന്നുന്നു നല്ല സ്വീറ്റ് ആയിരിക്കും. എനിവേ നമ്മളിത് ചപ്പാത്തിയിലൂടെ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മള് ടേസ്റ്റും കാര്യങ്ങളും നമ്മള് ചപ്പാത്തിയുടെ കഴിച്ചിട്ട് അതെ രുചിയായിട്ട് പറയാം. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പോകാം. ഓക്കെ, നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മള് കുളിയെല്ലാം കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മുടെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കറിയാം ഇതിന്റെ സക്സസ്ഫുൾ ആയ അതിന്റെ എന്തുമാത്രം കഴിക്കരി വെച്ച് ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സൂപ്പറാട്ടോ. ഞങ്ങൾ ഒരേ പച്ചമുളക് ഇട്ടായിരുന്നു, പക്ഷേ എരിവ് കുറവാ. നമ്മുടെ ഭാഗത്തിന് എരിവ് കുറവാ. കുറച്ചുകൂടെ എരിവ് വേണ്ടവർക്ക് കുറച്ചുകൂടെ മുളക് ചേർത്ത് പച്ചമുളക് അരച്ചാൽ മതി. നല്ല സൂപ്പറാട്ടോ. പക്ഷെ ടേസ്റ്റ് വൈസ് ടേസ്റ്റ് നല്ല പിന്നെ ഈസി ആൻഡ് കുക്കാണ്, ഭയങ്കര ഈസിയാണ് ചെയ്യാൻ. ശരിക്കും അതെ, വേഗം ആകും, നല്ലോണം നല്ല ടേസ്റ്റും ഉണ്ട്, എല്ലാം ഉണ്ട്. ആ കൂടി സ്പൈസി ആയിട്ട് അത് ഇഷ്ടമുള്ളവർക്ക്, എരിവ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ എരിവ് ചേർക്കാന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പിള്ളേർക്കൊക്കെ കൊടുക്കാൻ നല്ല ടേസ്റ്റാണ്, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പൊ ഏറ്റവും കൂടുതൽ എനിക്ക് സ്യൂട്ട് ആവണത് ചപ്പാത്തി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുടെ കൂട്ടത്തില. നമ്മളെ പോലെ തന്നെ മടിയന്മാർക്കും മടിച്ചുകൾക്കും പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.